ഇങ്ങനെ എല്ലാവരും മുട്ടടിച്ച് പോവല്ലേ. അങ്ങനെയിട്ട് ആദ്യം അങ്ങനെ അച്ഛനിരുന്നു. അച്ഛൻ മുടി മുട്ടടിക്കണ ഇതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ജനിച്ച് പിന്നെ അച്ഛൻ മുടി മുട്ടടിച്ചത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാനും അമ്മയും ഉണ്ണിയോളൊക്കെ ഇങ്ങനെ നല്ല കൗതുകത്തോട് കൂടിയിട്ടാണ് കേട്ടോ അച്ഛൻ മുടി മുട്ടടിക്കുന്നത് നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അച്ഛൻ്റെ മുടി മുട്ടടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇരുന്നത് കുഞ്ഞാവയാണ് കേട്ടോ. കുഞ്ഞാവ് ഇരിക്കുമ്പോൾ തന്നെ അറിയായിരുന്നു കുഞ്ഞാവ നല്ല കരച്ചിലാവുമെന്ന്. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഇപ്പോൾ കുഞ്ഞിത് നല്ല കരച്ചിലായിരുന്നു. അവളാകെ കരഞ്ഞ് പേടിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. തുടങ്ങിയപ്പോൾ കുറച്ച് കരച്ചിലുണ്ടെങ്കിലും പിന്നെ പകുതിയൊക്കെ ആയപ്പോൾ കുഞ്ഞാവയുടെ കരച്ചിലൊക്കെ നിന്നത്. മൂപ്പര് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒതുങ്ങിയിരുന്നു. അങ്ങനെ മുടി വെട്ടലൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവൾ മാനേജ് ചെയ്തിരുന്നു കരച്ചിലാണെങ്കിലും. അങ്ങനെ കുഞ്ഞാവയുടെ മുട്ടടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിയായിരുന്നു ഇട്ടിരുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് മുടി മുറിക്കാൻ എന്നുള്ളൊരു വഴിപാട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാട്ടായിരുന്നത്. എനിക്കും ഉണ്ടായിരുന്നു ചെറിയതായിട്ടൊരു വഴിപാട്. പളനി പോയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുടി ചെറുതായിട്ട് വെട്ടാമെന്നുള്ളത്. അങ്ങനെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാനാണ് കേട്ടോ ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫൈനൽ കോലം വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കണ്ണാടിയിലൊക്കെ നോക്കി വേഗം ഫ്രഷായിട്ട് തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രഷൊക്കെ ആയി ഡ്രസ്സ് മാറിയിട്ട് തൊഴാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയത് ചായ കുടിക്കാനാണ്. കാരണം പളനി എത്തിയിട്ട് പിന്നെ ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഡയറക്റ്റ് മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് പോയത്. ചേച്ചിമോളും ഉണ്ണിക്കുട്ടിയും ജനിച്ച് പിന്നെ ഇത്രയും ദൂരത്തേക്ക് ഞങ്ങൾ എവിടേക്ക് യാത്ര പോയിട്ടില്ല. ഫാമിലി ആണെങ്കിൽ പോലും ഞങ്ങൾ എവിടേക്ക് ഇത്രയും ദൂരത്തിൽ യാത്ര പോയില്ല. അപ്പോൾ പിള്ളേരുടെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ട്രെയിനിൽ യാത്ര ചെയ്തതിൻ്റെ ഒക്കെ. അങ്ങനെ എല്ലാവരും മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തൊഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ തൊഴണ ബാക്കിയുള്ള വീഡിയോസൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.